അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വേദിയിലുള്ള ബഹുമാന്യനായ അധ്യക്ഷൻ, ഈ പ്രഭാഷണത്തിന് ശേഷം ഈ സമ്മേളനത്തിലെ മുഖ്യ പ്രഭാഷണം നിർവഹിക്കാനായി എത്തിയിരിക്കുന്ന ബഹുമാന്യ പണ്ഡിതൻ ഹുസൈൻ സലഫി, വേദിയിലുള്ള മറ്റു സംഘടനാ സാരഥികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്ന് എല്ലാവരും SIR-ൻ്റെ നെട്ടോട്ടത്തിലാണ്. അതോടണം എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. കഴിഞ്ഞ ദിവസം ഒരു മീറ്റിങ്ങിൽ വെച്ച് ഒരാൾ ചോദിക്കേണ്ടായി, നമ്മളായിട്ടിപ്പോൾ അതിന് വല്ലാതെ ബേജാറാകണോ? അതിലിപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കാനുണ്ടോ? നമ്മൾ അനാവശ്യമായിട്ട് ആശങ്കപ്പെടണോ? വേറൊരാൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇനി നമ്മൾ എന്തൊക്കെ ചെയ്താലും ഇത് അവരുടെ കയ്യിലേക്കല്ലേ അവസാനം എത്തുക. അവരത് മാനിപ്പുലേറ്റ് ചെയ്താൽ നമ്മളെന്താ ചെയ്യുക? അപ്പോൾ അതുകൊണ്ട് ഇത് ചെയ്തിട്ടൊന്നും വലിയ കാര്യമില്ല. എനിക്ക് അത്തരക്കാരോട് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സാധാരണ പരലോകമുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അത് നിഷേധിക്കുന്ന ആളുകൾ തിരിച്ച് കുറേ ദുർന്യായങ്ങൾ പറയും. അതിനൊക്കെ മറുപടി പറഞ്ഞാലും അവരവിടെ തന്നെ നിൽക്കും, അതില്ല എന്ന് പറയും. അപ്പോൾ നമ്മൾ അവസാനം അവരോട് പറയാനുള്ളൊരു കാര്യം, ശരി എന്നാ നമ്മൾ മരണപ്പെട്ട ശേഷം ഞങ്ങൾക്ക് രണ്ടായാലും സമാധാനം, ഒരു കുഴപ്പമില്ല. നിങ്ങൾ പറയുന്നത് പോലെ ഇനി ഒരു ജീവിതം ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് പ്രശ്നമില്ല, ഞങ്ങളതിന് ഒരുങ്ങിയിട്ടാണ് പോകണം. പക്ഷെ നിങ്ങളെന്താ ചെയ്യുക? ഉണ്ടെങ്കിൽ എന്താ ചെയ്യുക? അതിനവർക്ക് മറുപടി പറയണ്ടാവാനില്ല. അതേപോലെ ഈ വിഷയത്തിൽ എല്ലാവരും ഇത് ചെയ്യണം. ഇനി ഈ പറഞ്ഞ ആശങ്കകളും കാര്യങ്ങളൊക്കെ ഉണ്ടായാലോ നമുക്കൊരു പ്രശ്നമില്ല, എല്ലാം ഒരുങ്ങി നിൽക്കുകയാണ്, കുഴപ്പമില്ല. പക്ഷേ ഈ ആശങ്ക പറഞ്ഞിട്ട് ഒന്നും ശ്രദ്ധിക്കാതെ പോയാലും എന്താ ചെയ്യുക? അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായാൽ എന്താ ചെയ്യുക? CAA എന്ന് പറയുന്ന ഒരു നിയമം പാസ്സാക്കപ്പെട്ടതിന് ശേഷമാണ് ഈ 9ാമത് SIR നടക്കുന്നത്. അതാതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതിൽ നിന്നും കൊഴിഞ്ഞു പോയ ആളുകൾക്ക് വോട്ടവകാശം മാത്രമല്ല പൗരത്വം കൂടി നഷ്ടപ്പെടും എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ മുസ്ലിം സമുദായം ഒഴിച്ച് വേറുള്ളവർക്കൊക്കെ രക്ഷക്കെത്താൻ CAA നിയമം ഉണ്ടാവും. ആ നിയമത്തിൻ്റെ പ്രത്യേകത എന്താ? മറ്റു 6 രാജ്യങ്ങളിൽ നിന്ന് ഇവിടേക്ക് കുടിയേറിയ അവരുടെ ആരെങ്കിലും ഉണ്ടായാൽ മതി, അത് മുസ്ലിങ്ങളല്ലെങ്കിൽ അവർക്ക് പൗരത്വം കൊടുക്കും, മുസ്ലിങ്ങൾക്ക് മാത്രം കൊടുക്കൂല. ഇതാണ് CAA നിയമം. അതുകൊണ്ടാണ് ഇതിൽ നമ്മൾ ഒരിക്കലും ഒഴിഞ്ഞു പോകാൻ പാടില്ല എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം. അതുകൊണ്ട് എല്ലാവരും ഇത് ചെയ്യണം, അത് തെറ്റുവരുത്താതെ പൂരിപ്പിക്കണം. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു ഓഡിയോ പ്രചരിപ്പിക്കപ്പെട്ടിരുന്നു, സ്ത്രീകളൊക്കെ ചെവി പുറത്ത് കാണിച്ചുകൊണ്ടായിരിക്കണം ഫോട്ടോ എടുക്കേണ്ടത്. ഇലക്ഷൻ കമ്മീഷൻ ഫോട്ടോ തന്നെ നിർബന്ധമാക്കിയിട്ടില്ല, പിന്നെ അങ്ങനെ ഒരു നിർദ്ദേശം ഒട്ടും നൽകിയിട്ടുമില്ല. അപ്പോൾ അതനാവശ്യമായ കാര്യങ്ങൾ ഒരിക്കലും പ്രചരിപ്പിക്കരുത്, അത് വിശ്വസിക്കരുത്. അതുപോലെ പ്രവാസി വോട്ട് എന്ന് പറഞ്ഞിട്ട് ചേർക്കണ്ടേ, അങ്ങനെ ഒരു ഓപ്ഷനില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. സാധാരണയുള്ള നമ്മളെല്ലാവരും സാധാരണ വോട്ടാണ് ചേർക്കേണ്ടത്. പ്രവാസി വോട്ട് എന്ന് പറഞ്ഞതിൻ്റെ പിന്നാലെ പോയി അത് ഉണ്ടാക്കേണ്ട ഒരു ആവശ്യമില്ല. എന്നാൽ അത്യപൂർവമായി ആ ക്ലോസ് ഉപയോഗിക്കേണ്ട ചില ആളുകൾ ഉണ്ടാവും, അവർ മാത്രമേ അത് ഉപയോഗിക്കേണ്ടതുള്ളൂ. അല്ലാത്തവരൊക്കെ സാധാരണ വോട്ടർമാരായി മുന്നോട്ട് പോവുകയാണ് ഏറ്റവും സുരക്ഷിതമായ മാർഗം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ നമ്മുടെ BLOമാർക്ക് ഒരു സമ്മർദ്ദം വല്ലാതെ നമ്മൾ കൊടുക്കരുത്. അവർ ഒരു ഭാഗത്തു നിന്ന് ഇലക്ഷൻ കമ്മീഷൻ്റെ സമ്മർദ്ദവും മറുഭാഗത്തു നിന്ന് നാട്ടുകാരുടെ സമ്മർദ്ദവും. ഇലക്ഷൻ കമ്മീഷൻ മര്യാദക്ക് പണിയെടുത്തില്ലെങ്കിൽ നടപടി എടുക്കും. ഇപ്പുറത്ത് ഇത് അയാളിൻ്റെ വോട്ട് നശിപ്പിച്ച ആളാണ്, എൻ്റെ പൗരത്വം നഷ്ടപ്പെടുത്തിയ ആളാണെന്ന് പറഞ്ഞ് നാട്ടുകാർ ഇവൻ്റെ പിന്നാലെ കൂടും. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ കിടന്നിപ്പോൾ ഒരാൾ ആത്മഹത്യ ചെയ്തു എന്നാണ് പറഞ്ഞത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എത്രയാണ് അതിൻ്റെ പ്രഷർ എന്നുള്ളത്. അപ്പോൾ അത് നമ്മളെല്ലാവരും ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ രാഷ്ട്രീയ പാർട്ടികൾ ഈ വിഷയത്തിൽ ഉണർന്നു പ്രവർത്തിക്കണം. കാരണം എത്രമേൽ കരയുന്നുവോ ആ കുട്ടിക്കേ പാലുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ബീഹാറിൽ ഇപ്പോൾ നമ്മൾ കണ്ടതാണ്. ആ ബീഹാറിൽ അവിടെ എന്തുകൊണ്ടാണ് എത്ര ലക്ഷക്കണക്കിന് ആളുകൾ പുറത്തു പോകാനുള്ള കാരണം? അവിടെ ഉണ്ടായിരുന്ന വ്യവസ്ഥ എന്തായിരുന്നു എന്നറിയോ? വീട്ടിൽ വരുന്ന സമയത്ത് ഓരോരുത്തരും ഹാജരായി ഒപ്പുവെക്കേണ്ടിയിരുന്നു. അതിൽ ശക്തമായ വിമർശനം രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നൊക്കെ വന്നപ്പോൾ കേരളത്തിൽ ആ നിയമം ഒഴിവാക്കി. വീട്ടിൽ ആരെങ്കിലും ഒരാൾ അടിയിൽ ഒപ്പിട്ടാൽ മതി എന്നായി. അപ്പം എന്താ വിഷയം? പ്രതികരിക്കുകയും ശബ്ദമുണ്ടാക്കുകയും തിരുത്തുകയും ചെയ്യുമ്പോൾ മാത്രമേ ഒരു പാർലമെന്ററി ജനാധിപത്യം നിലനിൽക്കുന്ന രാജ്യത്ത് കാര്യങ്ങൾ മര്യാദക്ക് പോവുകയുള്ളൂ എന്നതാണ്.
ഭരണകൂടത്തെ തിരുത്തുവാനുള്ള ശക്തിയാണ് പ്രതിപക്ഷം എന്ന് പറയുന്നത്. ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുപോലെ ഉത്തരവാദിത്തം നിർവഹിക്കുമ്പോഴാണ് നമ്മുടെ രാജ്യത്തിന്റെ പാർലമെന്ററി സംവിധാനം സക്രിയമാകുന്നത് എന്ന് തിരിച്ചറിയാൻ ഇനിയും നമ്മൾ വൈകരുത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതേപോലെ ഒരു ഡേറ്റ് നിങ്ങൾ എല്ലാവരും ഓർത്തു വെക്കണം. ആ ഡേറ്റ് ഏതാ? ഡിസംബർ 9 ആ ഡേറ്റ്. ഡിസംബർ 9 ആ ഡേറ്റ്. ഡിസംബർ 9 ഈ അപേക്ഷകൾ പരിഗണിച്ചുകൊണ്ട് വോട്ടർ പട്ടികയുടെ കരട് പട്ടിക പ്രസിദ്ധീകരിക്കും. ആ കരട് പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ നമ്മുടെ പേരതിലുണ്ടോ, നമ്മുടെ മക്കളുടെ പേരതിലുണ്ടോ, നമ്മുടെ സഹോദരങ്ങളുടെ പേരതിലുണ്ടോ എന്ന് ഓരോരുത്തരും കണ്ണിലെണ്ണയൊഴിച്ചു നോക്കണം. ആ സമയത്താണ് നോക്കേണ്ടത്. ഇപ്പൊ ഞാനൊക്കെ കൊടുത്തു എന്ന് പറഞ്ഞ് നിന്നാ പറ്റില്ല. അത് നോക്കി അതിൽ പേരില്ലെങ്കിൽ അടിയന്തിരമായി അതിന്റെ തുടർ നടപടികൾ പൂർത്തീകരിക്കണം. ആ ഡിസംബർ 9 ഒരു കാരണവശാലും നമ്മൾ മറന്നു പോകരുത് എന്നതുകൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. ശരി, പൗരത്വമൊക്കെ നമുക്ക് കിട്ടി, വോട്ടവകാശവും കിട്ടി, എല്ലാ ഫോമും റെഡിയാ, അവസാനത്തെ പട്ടികയിലും ഞാനുണ്ട്. പിറ്റേ ദിവസം അറ്റാക്കായി മരിച്ചാലോ? പിന്നെ അതുകൊണ്ട് കാര്യമുണ്ടോ? മരിക്കൂലെന്ന് ആർക്കും തോന്നുന്നുണ്ടോ? എന്നാലേ ഏത് സമയത്തും മരണം വരും. ഇപ്പം 40, 50, 60 ഇടയിലുള്ള ആളുകൾ കുഴഞ്ഞു മരിച്ചുകൊണ്ടിരിക്കുന്ന സമയം, അറ്റാക്ക് കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്ന സമയം. അതുകൊണ്ട് സുഹൃത്തുക്കളെ നല്ലോണം ശ്രദ്ധിക്കുക. ഇതൊക്കെ നമ്മൾ ഉറപ്പുവരുത്തുമ്പോഴും ഇതൊക്കെ ഉറപ്പുവരുത്തിയാലും മരണത്തോടു കൂടി ആരംഭിക്കുന്ന ഒരു ശരിക്കുള്ള യഥാർത്ഥ ജീവിതം വല്ലാഹിറത്തു ഖൈറും വബഖ. ആ ജീവിതം ഉണ്ടല്ലോ, അതൊരിക്കലും നമുക്ക് അവിടെ രക്ഷപ്പെടാൻ കഴിയില്ല. നമുക്ക് പാഥേയമില്ലെങ്കിൽ, നമ്മൾ ഒരുങ്ങിയിട്ടില്ലെങ്കിൽ. അവിടെ ആരും സഹായത്തിനുണ്ടാവില്ല, അവിടെ ഹെൽപ്പ് ഡെസ്കുകൾ ഉണ്ടാവില്ല, അവിടെ രാഷ്ട്രീയക്കാരുണ്ടാവുകയില്ല. നമ്മൾ ഏതൊരു മക്കൾക്ക് വേണ്ടിയാണോ മണലാരണ്യത്തിൽ പോയി 10-30 വർഷം അധ്വാനിച്ചത്, ഏതൊരു ഭാര്യയ്ക്ക് വേണ്ടിയാണോ നമ്മൾ ഓഫീസിൽ പോയത്, ഏതൊരു കുടുംബത്തിന് വേണ്ടിയാണോ നമ്മൾ ചുമട്ട് തൊഴിലാളിയായി മാറിയത്, ആ കുടുംബങ്ങളൊന്നും തന്നെ നാളെ പരലോകത്ത് നമ്മളെ സഹായിക്കുവാനുണ്ടാവുകയില്ല. അവിടെ നമ്മുടെ അമല് മാത്രമേ ഉണ്ടാവുള്ളൂ. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വഹിബതിഹി വ ബനീഹി. എല്ലാവരും പരസ്പരം ഓടിക്കൊണ്ടിരിക്കുന്നതാണ് സുഹൃത്തുക്കളെ. അവിടെ ആ പരലോകത്ത് വിചാരണക്ക് വരുമ്പോൾ സ്വർഗത്ത് പോകാനുള്ള മുതല് എൻ്റെ അടുത്തുണ്ട്, എൻ്റെ ഭാര്യൻ്റെ അടുത്തുണ്ട്, എൻ്റെ കുട്ടികളുടെ അടുത്തുണ്ട് എന്ന് ഉറപ്പ് വരുത്താനാണ് ഈ കുടുംബ സമ്മേളനം ഇരിട്ടി മണ്ഡലം കമ്മിറ്റി എത്രയോ കഠിനാധ്വാനത്തിലൂടെ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിന് നമ്മൾ കാവലിരിക്കണം. ഒരു കൊടുങ്കാറ്റിൽ ഒരു വിളക്ക് ഇങ്ങനെ മിന്നി കത്തിക്കൊണ്ടിരിക്കുന്നു. ആ വിളക്ക് കെടാതിരിക്കുവാൻ നമ്മൾ എത്രമേൽ ശ്രമിക്കും, അതുപോലെ ഈ കാലഘട്ടത്തിൽ കുടുംബത്തെ നമ്മൾ സംരക്ഷിക്കണം. ആടിയുലയുന്ന ഒരു കടലിൽ ഒരു കപ്പൽ മുന്നോട്ട് പോകുമ്പോൾ ആ കപ്പലിന്റെ കപ്പിത്താൻ എത്രമേൽ അദ്ദേഹം ജാഗ്രത പാലിക്കണം. അതുപോലെ ഈ കാലഘട്ടത്തിൽ ലിബറലിസത്തിന്റെ കൊടുങ്കാറ്റിൽ ആടിയുലഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ കുടുംബ സംവിധാനത്തിനെ നയിച്ചു കൊണ്ടിരിക്കുന്ന കുടുംബനാഥന്മാർ ആ കപ്പൽ മുങ്ങാതിരിക്കുവാനുള്ള ജാഗ്രത കാണിക്കേണ്ടുന്ന അവസാനത്തെ നാൾവഴികളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്നോർക്കണം. യാ അയ്യുഹല്ലദീന ആമനൂ ഖു അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹൻ നാസു വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ് ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. ഏ വിശ്വാസികളെ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാക്കണം എന്നാണ്. ക്രിക്കറ്റ് ബാറ്റ് കൊണ്ട് അടി കിട്ടിയിട്ട് തല പൊട്ടി ഓടി വരുമ്പോൾ ആ മകനെ വാരിയെടുത്ത് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ഓടും അല്ലേ? എന്നാൽ അതേ മകൻ തന്നെ ഡിഗ്രിക്ക് പഠിക്കുന്ന അതേ മകൻ സുബഹി നിസ്കരിക്കാതെ കടന്നുറങ്ങുമ്പോൾ നമുക്ക് വിളിക്കാൻ തോന്നുന്നുണ്ടോ? ഞാൻ പറഞ്ഞതിൻ്റെ തുടർച്ചയിലേക്ക് വരികയാണ്. ഞാൻ സൂചിപ്പിച്ചത് ഇത്രയേ ഉള്ളൂ. നമുക്ക് ശാശ്വതമായി ജീവിക്കാനുള്ളത് പരലോകത്താണ്. അപ്പം ആ പരലോകത്ത് നമുക്ക് നിർഭയത്വം ലഭിക്കുന്ന കാര്യം നമ്മുടെ കുടുംബത്തിലുണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഉറപ്പ് വരുത്തണം. അതിനാണ് ഈ സമ്മേളനം നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത് എന്ന ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും വേണം. ഞാൻ നേരത്തെ പറഞ്ഞു, നരകത്തിൽ നിന്ന് നമ്മളെ മക്കളെ കാക്കുക, നമ്മളെ രക്ഷപ്പെടുക എന്നുള്ളതാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും നമ്മൾ എന്ത് ചെയ്യണം? നടത്തണം. അതുകൊണ്ട് കുടുംബത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകം നമ്മൾ സമയം കുടുംബത്തിന് കൊടുക്കണം. അപ്പോൾ എല്ലാവരും നല്ല തിരക്കിലാണ്. എല്ലാവരും ഓടുന്നത് എന്തിനാ? കുടുംബത്തെ സംരക്ഷിക്കാനാണ് അല്ലേ? പക്ഷെ ആ കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഓടിയിട്ട് ഭാര്യനോട് സംസാരിക്കാൻ നേരമല്ല, ഭർത്താവിനോട് സംസാരിക്കാൻ സമയമല്ല, കുട്ടികളോടൊന്നും സംസാരിക്കാൻ നേരമല്ല. ഇനി എല്ലാവരും അവിടെ കൂടി ഇരുന്നാൽ തന്നെ എല്ലാവരും അവനവൻ്റെ ഫോണിൽ നോക്കിയിരിക്കുന്ന അവസ്ഥയാണ്. അതൊക്കെ മാറ്റിയിട്ട് കുറച്ചുകൂടി മക്കളോട് അടുത്ത് ഇടപഴകണം. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക വെച്ചാൽ വലിയ പ്രതിസന്ധിയിലേക്ക് നമ്മൾ മക്കളും കുടുംബവും ഭാര്യയൊക്കെ പോകുമ്പോൾ
അപ്പോൾ കൗൺസിലർമാരെ തിരഞ്ഞു നടന്നിട്ട് കാര്യം ശരിയായി കൊള്ളുന്നില്ല. അതുകൊണ്ട് ഈ കുടുംബ സമ്മേളനത്തിൽ എനിക്ക് കാര്യമായിട്ട് പറയാനുള്ളത്, കൂടുതൽ കുടുംബവുമായി സംസാരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, സമയം കാണണം എന്ന് തന്നെയാണ്. ഈ കുടുംബത്തിൻ്റെ കവാടം എന്ന് പറയുന്നത് വിവാഹമാണ്. അത് ഭദ്രമായാൽ മാത്രമേ കുടുംബം ഭദ്രമാവുകയുള്ളൂ. നേരത്തെ ബഹുമാനായ CP സലീം ഖാൻ ഈ വിവാഹത്തിലെ അത്യാചാരങ്ങളെ സംബന്ധിച്ച് വളരെ കൃത്യമായി ചില നിർദ്ദേശങ്ങൾ നമുക്ക് തന്നു. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ആ വിവാഹം തന്നെ വേണോ എന്ന ഒരു ആശങ്കയിലാണ് ഇന്ന് നമ്മുടെ പെൺമക്കളിൽ പലരും ഉള്ളത്, അല്ലേ? ഞാൻ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇന്ന് പോയിട്ടേ നിങ്ങൾ ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടിയോട് ചോദിച്ചു നോക്കി, മോളെ നല്ലൊരു കല്യാണം വരുന്നുണ്ട്, ആലോചിച്ചാലോ എന്ന് ചോദിച്ചാൽ പറയുന്നത്, അല്ല അതിപ്പോൾ വേണ്ട, ഞാൻ ഈ ഡിഗ്രി കഴിഞ്ഞോട്ടെ. അത് കഴിഞ്ഞ് ചോദിച്ചാൽ പറയും PG കഴിയട്ടെ. PG കഴിഞ്ഞിട്ട് ചോദിച്ചാൽ പറയുന്നത്, ഈ കല്യാണം തന്നെ വലിയ പ്രശ്നമാണ്, ഞാൻ അത് വേണമെന്നാണ് ആലോചിക്കുന്നത്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, നിങ്ങൾ അന്വേഷിച്ചു നോക്കൊണ്ടു. ഇതാണ് ഈ ലിബറലിസം വീട്ടിക്ക് വന്നതിൻ്റെ ഒരു തെളിവാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ അനവധി തെളിവുണ്ട്. ലിബറലിസം എന്ന് പറയുമ്പോൾ അത് ഏതോ വഴിക്ക് പോണ സാധനമെന്ന് വിചാരിക്കണ്ട. അത് നമ്മുടെ വീടുകളിലൊക്കെ പല അളവുകളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അത് സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇത് കേൾക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ടല്ലോ, അവരോട് ഇത്തരം ഒരു കാഴ്ചപ്പാട് നിങ്ങൾ വെച്ച് പുലർത്തുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ആക്ഷേപിക്കല്ല, നിങ്ങളൊരു വലിയ അപകടത്തിൽ നിങ്ങൾ അറിയാതെ പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. വിവാഹം കഴിഞ്ഞാൽ നമ്മൾ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിലാണോ ഉള്ളത്, അതോ ഒരു പാശ്ചാത്യൻ കാഴ്ചപ്പാടിലോ ഈ ലിബറൽ കാഴ്ചപ്പാടിലാണോ നമ്മളുള്ളത്? നിങ്ങൾ വേഗം ഉത്തരം പറയും, ഞാൻ മുസ്ലിം അല്ലേ, ഞാൻ ഇസ്ലാമിക കാഴ്ചപ്പാടിലാണുള്ളത് എന്നാണ് നിങ്ങൾ പറയുക. പക്ഷെ നിങ്ങൾ അറിയാതെ ആ പാശ്ചാത്യൻ കാഴ്ചപ്പാടിനോടൊപ്പം ഈ ലിബറൽ കാഴ്ചപ്പാടിനോടൊപ്പം പുരോഗമന കാഴ്ചപ്പാടിനോടൊപ്പം നമ്മുടെ ജീവിതവും ചിന്തയുമായി പോയിട്ടുണ്ട്. അത് ഉണ്ടോ ഇല്ലേ എന്ന് മനസ്സിലാകാൻ ഞാൻ ചില കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു പോകാം. നിങ്ങളിലേക്കൊന്ന് ചേർത്ത് വെച്ചുകൊണ്ട് ആ കാര്യത്തെ ഒന്ന് ആലോചിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം വിവാഹത്തിൻ്റെ കാര്യത്തിലുള്ള കാഴ്ചപ്പാട് നോക്കുക. ഒന്ന്, വിവാഹത്തിൻ്റെ സമയത്തെക്കുറിച്ച് പാശ്ചാത്യൻ്റെ കാഴ്ചപ്പാട് എന്താ, പുരോഗമനത്തിൻ്റെ കാഴ്ചപ്പാട് എന്താ, അത് വൈകിപ്പിക്കണം എന്നാണ്, പെട്ടെന്ന് വിവാഹം പാടില്ല എന്നുള്ളതാണ്. എന്നാൽ ഇസ്ലാമിക കാഴ്ചപ്പാട് എന്താ, പക്വത എത്തിയാൽ ഉടനെ വിവാഹം കഴിക്കണം എന്നാണ്. അല്ലാതെ ഒരു പ്രത്യേക പ്രായമല്ല ഇസ്ലാം പറഞ്ഞത്. പക്വത എത്തിയാൽ പിന്നെ നീട്ടിക്കൊണ്ട് പോകാൻ പാടില്ല. അത് ചില ആളുകൾക്ക് 18 വയസ്സിൽ പക്വതയാവും, ചിലർക്ക് 25 വയസ്സിലേ ആവുള്ളൂ. എപ്പോഴാണോ പക്വത എത്തിയത് പിന്നെ വൈകിപ്പിക്കാൻ പാടില്ല. യാ മഅ്ശറ ശബാബ് മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅ ഫൽയതസവ്വജ്. നിങ്ങൾ വിവാഹം കഴിക്കണമെന്നാണ് കൽപ്പനയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. ഇനി നിങ്ങൾ ചിന്തിക്കും, നിങ്ങൾ വിവാഹം വൈകിപ്പിക്കണം എന്നുള്ള ചിന്താഗതിക്കാരാണോ അതോ സമയമായ കഴിക്കണം എന്നുള്ള ചിന്താഗതി, എവിടെ നമ്മൾ നിൽക്കണമെന്ന് ആലോചിക്കുക. രണ്ടാമത്തെ കാര്യം എന്താ പാശ്ചാത്യൻ കാഴ്ചപ്പാട്, വിവാഹം എന്ന് പറഞ്ഞാൽ ആകെ ബഹളാണ്, കുഴപ്പമാണ്, എല്ലാം സമാധാനമൊക്കെ നഷ്ടപ്പെടുന്ന പരിപാടിയാണ്, ഇതല്ലേ നമ്മളെ മനസ്സിലുള്ളത്. എന്നാൽ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്താ, വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനൂ ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മാ. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ, നിങ്ങളെ ഒരു ഇണയിൽ നിന്ന് സൃഷ്ടിച്ചുവെന്ന്. എന്തിനെ, ലിതസ്കുനൂ ഇലൈഹാ, അവളിലേക്ക് സമാധാനപൂർവ്വം ഒത്തുചേരുന്നതിന്. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, നിങ്ങൾക്കിടയിൽ മവദ്ദത്തും റഹ്മത്തും അല്ലാഹു ഇട്ടു തരികയും ചെയ്തു. ഇനി നിങ്ങൾ പറയും, വിവാഹം സമാധാനമാണെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് അതോ കുഴപ്പമാണെന്നാണോ? എവിടെ നമ്മൾ നിൽക്കണമെന്ന് ചിന്തിക്കും. മൂന്നാമത്തത്, വിവാഹത്തിന് തടസ്സമായിട്ട് പറയുന്നത് ജോലിയൊക്കെ ആകെ പ്രശ്നമാവുന്നതാണ്, അല്ലേ? അതല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താ പാശ്ചാത്യ വീക്ഷണം ജോലിയെപ്പറ്റി? ജോലി സ്ത്രീയുടെ ബാധ്യതയാണ്, സ്വപ്നമാണ്. അവളുകൂടി കുടുംബത്തിൻ്റെ ചെലവ് വഹിക്കണം എന്നതാണ് പാശ്ചാത്യൻ കാഴ്ചപ്പാട്, ലിബറൽ കാഴ്ചപ്പാട്, പുരോഗമന കാഴ്ചപ്പാട്. എന്താ ഇസ്ലാമിക കാഴ്ചപ്പാട്? ഇസ്ലാമിക കാഴ്ചപ്പാട് വീടിൻ്റെ ചെലവ് പുരുഷന്റെ ഉത്തരവാദിത്തമാണ് എന്നാണ്. അത് സ്ത്രീയോടുള്ള സുരക്ഷയാണ്, കരുതലാണ്. ഒരിക്കലും തന്നെ വീടിന്റെ ഉത്തരവാദിത്തം, അതിന്റെ ചെലവുകൾ നടത്തേണ്ട ബാധ്യത സ്ത്രീയുടെ തലയിൽ ഇസ്ലാം കെട്ടിവെച്ചിട്ടേയില്ല. എന്നാൽ പുരോഗമന കാഴ്ചപ്പാട് എന്താ? സ്ത്രീയോട് പറയാണെന്ത്, സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ നീ അധ്വാനിക്കണം, നിന്റെ ഭർത്താവിനെ വരച്ച വരയിൽ നിനക്ക് നിർത്താൻ കഴിയണമെങ്കിൽ നീ ജോലിക്കാരിയാകണം. ജോലി ചെയ്യുന്നതിന് ഇസ്ലാം എതിരൊന്നുമല്ല. നിങ്ങൾ രണ്ടു കൂട്ടരും ചിന്തിച്ചിട്ട് ജോലി വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം, ഹലാലായ ജോലികൾ എടുക്കുക, ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ സ്ത്രീയും ജോലി ചെയ്ത് വരുമാനം ഉണ്ടാക്കണം എന്നുള്ള കാഴ്ചപ്പാട് പാശ്ചാത്യൻ കാഴ്ചപ്പാടാണ്. അപ്പൊ നമ്മൾ ഏത് കാഴ്ചപ്പാടിലാണ് ഉള്ളത് എന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക. അതേപോലെ തന്നെ വേറൊന്നെന്താ, വിവാഹം വൈകിപ്പിച്ചാൽ ഒന്നും സംഭവിക്കൂല എന്നാണ് പുരോഗമന കാഴ്ചപ്പാട്. ഒരു കുഴപ്പമുണ്ടാവില്ല എന്നാണ്. എന്നാൽ ഇസ്ലാമിക കാഴ്ചപ്പാട് എന്താ?
വിവാഹം വൈകിപ്പിച്ചാൽ തെറ്റായ വഴിയിലൂടെ ലൈംഗിക ആസ്വാദനങ്ങളിലേക്ക് നിങ്ങൾ വഴുതിപ്പോകും. നേരത്തെ പറഞ്ഞല്ലോ ഒരു ഹദീസ്, നിങ്ങൾ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞത് എന്താ റസൂലുള്ളാഹി പറഞ്ഞത്? എന്തിനാ വിവാഹം? നിങ്ങളുടെ കണ്ണിനെ താഴ്ത്താൻ, നിങ്ങളുടെ ഗുഹ്യാവയവങ്ങളെ സംരക്ഷിക്കാൻ വിവാഹം വളരെ നിർബന്ധമാണ്. നിങ്ങൾ ആ സമയമായിട്ട് വിവാഹം കഴിച്ചിട്ടില്ല എങ്കിൽ തെറ്റായ വഴിയിലൂടെ നിങ്ങളുടെ ലൈംഗിക ആസ്വാദനങ്ങൾ പോകും. അതിന് കഴിയില്ലെങ്കിൽ നിങ്ങൾ നോമ്പ് നോൽക്കണം. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ധാർമ്മികത കാത്തു സൂക്ഷിക്കുവാനുള്ള ഒരു പരിചയമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഉറപ്പാണ്, വിവാഹം അനാവശ്യമായി വൈകിപ്പിച്ചാൽ ഒന്നുകിൽ സ്വയം ഭോഗത്തിലേക്ക് പോകും, സ്വവർഗരതിയിലേക്ക് പോകും. ബോയ് ഫ്രണ്ട് എന്ന് പറയും, ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞ്, ബെസ്റ്റി എന്ന് പറഞ്ഞ്, സീസൺഷിപ്പ് എന്ന് പറഞ്ഞ്, സിറ്റുവേഷൻഷിപ്പ് എന്ന് പറഞ്ഞ്, ഹുക്കപ്പ് എന്ന് പറഞ്ഞ് ഓമന പേരിട്ടുകൊണ്ട് ആണും പെണ്ണും കൂടിക്കഴിയുകയും വിവാഹിതരായ ആ ദമ്പതികൾ എന്തൊക്കെ ചെയ്യുമോ അത് വിവാഹം ചെയ്യാതെ തന്നെ പല ലോഡ്ജുകളിലും വെച്ച്, പല ഹോസ്റ്റലുകളിലും വെച്ച്, പല പാർക്കുകളിലും വെച്ച് അതിന് വേദിയാകേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് നാം കൃത്യമായി തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ ചിന്തിക്കുക, നമ്മൾ ഏത് കാഴ്ചപ്പാടിലാണുള്ളത്? വേറൊന്നെന്താ പുരോഗമന കാഴ്ചപ്പാട്? വിവാഹം എന്ന് പറഞ്ഞാല് ദാരിദ്ര്യം പറഞ്ഞ് പേടിപ്പിക്കും. ഒരു സ്റ്റാൻഡിൽ നിൽക്കാതെ എങ്ങനെ വിവാഹം കഴിക്കുക എന്നാണ്. അതാണ് പുരോഗമന കാഴ്ചപ്പാട്. എന്നാൽ ഇസ്ലാമിക കാഴ്ചപ്പാട് എന്താ? വിവാഹം നിങ്ങൾക്കൊരു ബറക്കത്താണ്. അത് ബറക്കത്ത് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുക. ദരിദ്രരാണെങ്കിൽ പോലും വിവാഹം കഴിപ്പിക്കണമെന്നാണ് പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത്. നിങ്ങൾ സമയമായിട്ട് വിവാഹം കഴിപ്പിക്കണം. നിങ്ങൾ ഫുഖറാക്കളാണെങ്കിലും അള്ളാഹു അവർക്ക് ഐശ്വര്യം നൽകും എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. റസൂലുള്ളാഹി പറഞ്ഞു, തസവ്വജു, നിങ്ങൾ വിവാഹം കഴിപ്പിക്കുവീൻ, ഫഇന്നഹു യുവസ്സിഉല്ലാഹു ലക്കും ഫിർ റിസ്ഖി, എന്നാൽ ഉപജീവനത്തിൽ അള്ളാഹു വിശാലത കൊടുക്കും. പുരോഗമന കാഴ്ചപ്പാട് എന്താ? വിവാഹം കഴിച്ച ആകെ പാപ്പരാകും അല്ലേ? അപ്പൊ എവിടെയാണ് നമ്മൾ, ഏത് കാഴ്ചപ്പാടിനോടൊപ്പമാണ് നമ്മൾ നിൽക്കുന്നത് നോക്കൂ നിങ്ങൾ. പിന്നെ വേറെ കാഴ്ചപ്പാട് എന്താ? വിവാഹബന്ധം എപ്പോഴും പിരിയാന്ന പിന്നെ പുരോഗമന കാഴ്ചപ്പാട് അല്ലേ? എപ്പോഴും പിരിയാ, ഇന്നൊന്ന് നാളൊന്ന് വേറൊന്ന് അല്ലേ? എന്നാൽ ഇസ്ലാമിക കാഴ്ചപ്പാട് എന്താ? ഇസ്ലാമിൽ വിവാഹം ദൃഢമായ ഒരു കരാറാണ്. അത് ചോദ്യം ചെയ്യപ്പെടും. അത് ഉത്തരവാദിത്വമുള്ള ലൈംഗിക ബന്ധത്തെയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. എന്നാണ് ആ ബന്ധത്തെക്കുറിച്ച് ദൃഢമായ കരാറാണ് നിങ്ങൾ ഇന്ന് സ്വീകരിക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. അതായത് ഉത്തരവാദിത്വം, നിങ്ങൾ എല്ലാവരും ഭരണകർത്താക്കളാണ്, ഭരണീയരെ കുറിച്ച് ചോദിക്കും. അപ്പൊ ശരിക്കും ഒരാൾ കല്യാണം കഴിച്ചാൽ ആ ഭാര്യന്റെ ചുമതല ആ ഭർത്താവിനുണ്ട്. ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അതാ. അതുകൊണ്ട് അതിലുണ്ടാകുന്ന കുട്ടികളെ ഉത്തരവാദിത്തമുണ്ട്. അവർക്ക് സ്വത്ത് കൊടുക്കണം, അവർക്ക് സംരക്ഷണം കൊടുക്കണം, അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കണം, അവർക്ക് ചികിത്സ കൊടുക്കണം, എല്ലാം കൊടുക്കൽ ഉത്തരവാദിത്തം. പുരോഗമന കാഴ്ചപ്പാടോ? ആരെങ്കിലും ഒപ്പം നടക്കുക കുറച്ചു കാലം, എന്നിട്ട് അവർക്ക് കുട്ടികളുണ്ടായാലോ അത് വിളിച്ചിട്ട് പറയുന്നത് അതുകൊണ്ട് അബോർട്ട് ചെയ്താൽ ഒരു കുഴപ്പമൊന്നുമില്ല അല്ലേ? അല്ലെങ്കിൽ കുപ്പത്തൊട്ടി കിട്ടலாம். കേരളത്തിൽ എത്ര സ്ഥലത്ത് നിന്ന് കുപ്പത്തൊട്ടിയിൽ നിന്ന് നവജാത ശിശുക്കളെ എടുത്തിട്ടുണ്ട്. എറണാകുളം മെട്രോപൊളിറ്റൻ സിറ്റിയിൽ നിന്ന് ഒരു ഹോട്ടലിന്റെ മുകളിൽ നിന്നാണ് ഒരു പ്ലാസ്റ്റിക്കിന്റെ ബാഗ് വലിച്ചെറിയപ്പെട്ടത്. ഒരാളുടെ മുമ്പിലേക്ക് വന്ന് വീണു. എടുത്തു നോക്കുമ്പോൾ ഒരു ചോര പൈതലാണ് അതിലുള്ളത്. എന്തേ? അവിഹിത ബന്ധത്തിലൂടെ മക്കൾ ഉണ്ടാകുമ്പോൾ ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ വേസ്റ്റ് ബോക്സിലേക്ക് ഗ്ലാസ് വലിച്ചെറിയുന്നത് പോലെ വലിച്ചെറിഞ്ഞൊഴിവാക്കുക എന്നതാണ് പുരോഗമന കാഴ്ചപ്പാട് എങ്കിൽ തന്റെ ബീജത്തിൽ പിറന്ന ഒരു കുട്ടിക്ക് ഉത്തരവാദിത്വമുണ്ട്. ഇല്ലെങ്കിൽ നാളെ പരലോകത്ത് ചോദിക്കുമെന്നതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വിവാഹം തുടർ പഠനത്തിനും ജോലിക്കും തടസ്സമാണ് എന്നതാണ് പുരോഗമന കാഴ്ചപ്പാട്. എന്നാൽ ഇസ്ലാം പറഞ്ഞത് എന്താ? വിവാഹം സുരക്ഷിതമായ ജീവിതത്തിന് വഴിയൊരുക്കുമെന്നാണ്. മൻ തസവ്വജ ഫഖദ് അഹ്റസ ശത്റ ദീനിഹി ഫൽയത്തഖില്ലാ ഫീ ശത്രിഹി. ഒരാൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അവൻ അവന്റെ ദീനിന്റെ പകുതിയെ സംരക്ഷിച്ചു, ബാക്കി പകുതിയിൽ അവൻ അള്ളാഹുവിനെ കാക്കട്ടെ, അവൻ സൂക്ഷിക്കട്ടെ എന്നാണ്. അപ്പോൾ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ സുഹൃത്തുക്കളെ, മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കും, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ഭർത്താവ് വന്നാൽ, ഒരു ഭാര്യ വന്നാൽ, പിന്നെ നിങ്ങൾക്ക് തുടർ പഠനം നടത്തണം, യാത്ര ചെയ്യണം, അതിന് പരീക്ഷയ്ക്ക് പോകണം. അതിനൊക്കെ നിങ്ങൾക്ക് കൂട്ടിനൊരാളായില്ലേ? എന്തൊരു സമാധാനമുണ്ട്. നിങ്ങളെ വാപ്പാക്ക് എത്ര സ്വസ്ഥത ഉണ്ടാവും, നിങ്ങൾ ഉമ്മാക്ക് എത്ര സ്വസ്ഥത ഉണ്ടാവും അല്ലേ?
നിങ്ങൾ സുരക്ഷിതരായി, നിങ്ങൾക്ക് വീണ്ടും പഠിക്കാം, നിങ്ങൾക്ക് ജോലി ചെയ്യുക, അതൊന്നും ഇതിന് തടസ്സമല്ല. ഇതൊക്കെ പിശാച് അനാവശ്യമായി ഉണ്ടാക്കുന്ന വസ്തുവാസികളാണ്. അതുകൊണ്ട് ഈ സമ്മേളനത്തിന് വന്ന മക്കളോട് എനിക്ക് പറയാനുള്ളത്, ഈ പാശ്ചാത്യൻ കാഴ്ചപ്പാടിൻ്റെ കൂടെ നമ്മൾ പോകരുത്. മാത്രമല്ല, വിവാഹം വൈകിപ്പിക്കുന്ന വലിയ പ്രത്യാഘാതങ്ങൾ സമൂഹത്തിൽ വിളിച്ചു വരുത്തും. ദീനിൻ്റെ സുരക്ഷിതത്വം അത് നഷ്ടപ്പെടുത്തും. ബറക്കത്ത് നഷ്ടപ്പെടാൻ കാരണമാകും. ആരാധനയിൽ ഭക്തി നഷ്ടപ്പെടാൻ കാരണമാകും. നാം തയ്യാറാകുമ്പോൾ ഒരുപക്ഷെ അനുയോജ്യരായ ഇണകളെ പിന്നീട് പ്രായമായാൽ കിട്ടിക്കൊള്ളണമെന്നില്ല. മാത്രവുമല്ല, മാനസിക സമ്മർദ്ദത്തിന് നമ്മൾ അതുകൊണ്ട് തന്നെ അടിമയാകും. സാമൂഹിക സമ്മർദ്ദം വേറെയും നമ്മുടെ കൂടെ വരും. ഗർഭധാരണത്തിന് സാധ്യത കുറയുകയും ചെയ്യും. മാതൃത്വത്തിൽ ഒരുപാട് വെല്ലുവിളികൾ ഉയർന്നു വരും. വ്യത്യസ്ത രോഗസാധ്യതകൾ നമ്മളെ തേടി വരും. മാത്രവുമല്ല, അവസാനം ഇസ്ലാമിക സംസ്കാരം വിട്ട് ജീവിക്കേണ്ട ഗതികേടിലേക്ക് നമ്മൾ പോകും. മാത്രമല്ല, ഓവറൈൻ റിസർവിൽ കുറവ് വരും. പ്രായം കൂടുന്തോറും അണ്ടങ്ങളുടെ എണ്ണം കുറയുമെന്നാണ് വൈദ്യശാസ്ത്രം പറയുന്നത്. 30 വയസ്സിന്റെ മധ്യത്തോടെ ക്രമാതീതമായി അതിന്റെ എണ്ണം കുറഞ്ഞു വരുമെന്ന് വൈദ്യശാസ്ത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല, അതിന്റെ ഗുണനിലവാരത്തിൽ കുറവ് വരും. ഗർഭം അലസാൻ കൂടുതൽ സാധ്യതയുണ്ട് എന്നാണ്. മാത്രവുമല്ല, ഗർഭകാലം പ്രമേഹത്തിന് കൂടുതൽ സാധ്യതയുണ്ട് എന്നാണ്. അമിത രക്തസമ്മർദ്ദം ഉണ്ടാകുമെന്നാണ്. മാസം തികയാതെ പ്രസവിക്കാൻ സാധ്യതയുണ്ട് എന്നാണ്. ജനന വൈകല്യങ്ങൾക്ക് പോലും സാധ്യതയുണ്ട് എന്ന് ഡോക്ടർമാർ പറയുന്നു. അപ്പോൾ വൈകിയുള്ള വിവാഹവും വൈകിയുള്ള ഗർഭധാരണവും ഈ വൈദ്യശാസ്ത്രത്തിന്റെ കണ്ണിലൂടെ നോക്കിയാലും കുഴപ്പങ്ങൾ മാത്രമേ വിളിച്ചു വരുത്തുകയുള്ളൂ എന്ന കാര്യം കൃത്യമായി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്നത് തന്നെയാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. അപ്പം എന്താ പരിഹാരം? നമ്മളെ ഇതുപോലെ ഒരുപാട് അജണ്ടകൾ നമ്മെയും നമ്മുടെ കുടുംബത്തെയും ഈ ലിബറൽ അജണ്ടകൾ ഇന്ന് കടന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ അജണ്ടക്ക് നമ്മൾ വിധേയരായിരിക്കുന്നു എന്നുള്ള ഒരു ഓർമ്മ പോലും നമുക്ക് പലപ്പോഴും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്ത് വേണമെന്നറിയാം, ഇതൊക്കെ ശരിക്കും നമ്മൾ വായിച്ച് പഠിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകണം. ഈ സമ്മേളനത്തിന് വന്നവരോട് എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. ഇന്ന് എല്ലാവരും വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലാണ്. എല്ലാ കണ്ട ചപ്പും ചവറും നമ്മൾ വായിക്കും. എല്ലാ ആളില്ലാത്ത വോയിസും നമ്മൾ കേൾക്കും. കുറേ തമാശകൾ അതിൽ ഫോർവേഡ് ചെയ്യുന്നത് കേൾക്കും. ഓരോരുത്തരുടെ സ്ക്രീൻ ടൈം നോക്കുന്നുണ്ട്. 3-4 മണിക്കൂറാണ് എന്ത് ചെയ്യുന്നത്. അപ്പോൾ പ്രായമുള്ള ആളുകൾ വരെ അതിൻ്റെ പിന്നാലെയാണ്. എന്നാൽ നിങ്ങളൊന്നറിയണം, ഗൗരവമായ വായനയും കേൾവിയും പഠനവും ഇനി ഇല്ലെങ്കിൽ എന്തൊക്കെ അപകടത്തിലാണ് നമ്മളും നമ്മളെ മക്കളും കുടുംബവും പെടുക നിങ്ങൾ അറിയാൻ പറ്റില്ല. അതിനെന്ത് വേണം? ഇപ്പം ഞാൻ ഈ വിശദീകരിച്ച അജണ്ടല്ലേ, അതുപോലുള്ള വിഷയങ്ങൾ വിശദീകരിക്കുന്ന ആഴ്ചയിലിറങ്ങുന്ന ഒരു വാരികയുണ്ട്. അതിൻ്റെ പേരാണ് നേർപ്പദം എന്നത്. ഈ സംഘടന പുറത്തിറക്കുന്നതിൻ്റെ മുഖപത്രമാണ് നേർപ്പദം. അതിൻ്റെ പ്രചാരണ മാസമാണിപ്പോൾ. പ്രചാരണ മാസം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കാം അതിപ്പോൾ സംഘടനൻ്റെ ഒരു മുഖപത്രം പ്രചരിപ്പിക്കാൻ വേണ്ടിങ്ങാണ്ട് പറയുന്ന ഒരു ന്യായമാണ്. ഞാൻ പറയുന്നത്, നമ്മളാരും ചേർന്നില്ലെങ്കിലും അള്ളാൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ അതതിൻ്റെ വഴിക്ക് പോകും. പക്ഷെ അത് നമ്മളെ വീട്ടിലുണ്ടാവും, നമ്മളെ മക്കൾ അത് വായിക്കും ചെയ്തെങ്കിലേ ഇതിൻ്റെ ഈ ലിബറൽ അജണ്ടകളുടെ, ഈ ശിർക്ക് ബിദ്അത്ത് അജണ്ടകളുടെ, ഈ ഫാസിസ്റ്റ് അജണ്ടകളുടെ ആഴവും പരപ്പും നമുക്ക് മനസ്സിലാക്കുവാനും അത് തിരുത്തുവാനും കഴിയുകയുള്ളൂ. ഒരു മൂർക്കം പാമ്പ് ഇങ്ങനെ വരുമ്പോൾ അതിനോട് ഇങ്ങനെ ചിരിച്ചിങ്ങനെ ഇരുന്നാൽ എങ്ങനെ ഉണ്ടാവും? അങ്ങനെ വരട്ടെ. എന്താ കാര്യം ചിരിച്ചിരിക്കാൻ കാരണം? മൂർക്കം പാമ്പിന്റെ ഗൗരവം അറിയില്ല, അത് വിഷമുള്ളതാണെന്നറിയില്ല, അത് കൊത്തിയാൽ മരിക്കും അറിയില്ല, അതുകൊണ്ടാണ് ഇരുത്തിരിക്കണത് അല്ലേ? പല ആടും കുട്ടി ഇങ്ങനെ ഇരുന്നാൽ എങ്ങനെ ഉണ്ടാവും? അവിടെ ആരാ മൂർക്കം പാമ്പ്, എന്താ മൂർക്കം പാമ്പ്, അതിനെത്ര വിഷമുണ്ട്, അത് കൊത്തിയാൽ എന്താ സംഭവിക്കുക? ആ ബോധമുള്ള ഒരാളാണെങ്കിൽ അതിങ്ങനെ കയറി വരുമ്പോ, വീട്ടിലേക്ക് ഇഴഞ്ഞു വരുമ്പോ വടിയെടുക്കും, അടിക്കും, അടിച്ചോടിക്കും, ഗൗരവത്തിൽ സടകുടഞ്ഞെഴുന്നേൽക്കും. അതേപോലെ ഈ ലിബറലിസം, ഉപഭോഗ സംസ്കാരം, ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോ അതെന്താന്നാവും, നമ്മളെ പേരിലൊന്നും ഉണ്ടാവില്ലായിരിക്കും എന്നാ വിചാരിക്കുക. എന്നാൽ അതിനെക്കുറിച്ച് ബോധമുള്ള ആളാണെങ്കിലോ അത് കടന്നു വരുമ്പോൾ വാപ്പ എഴുന്നേൽക്കും, ഉമ്മ എഴുന്നേൽക്കും, മക്കൾ എഴുന്നേൽക്കും, അതിനെ അടിച്ച് പുറത്താക്കും. പുറത്താക്കണമെങ്കിൽ പഠിക്കേണ്ടതിനെക്കുറിച്ച്, കേൾക്കേണ്ടതിനെക്കുറിച്ച്, അത് പഠിക്കാനുള്ള ഒരു പ്രസിദ്ധീകരണത്തിൻ്റെ പേരാണ് നേർപ്പദം വാരിക. അതിവിടെ ചേരാനുള്ള സൗകര്യമുണ്ട്. അത് വളരെ എളുപ്പം ലിങ്കിൽ തൊട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് അതിലേക്ക് കയറാൻ പറ്റും. 550 രൂപയുള്ള സുഹൃത്തുക്കൾ വരും ഒരു കൊല്ലത്തിന്. അത് ചേർന്നാൽ സ്ഥിരമായി നിങ്ങൾ അഡ്രസ്സിൽ അത് വരും. പെട്ടെന്ന് ചേർക്കാൻ പറ്റുന്ന ഇന്ന് തന്നെ നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ അതുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. അത് സ്ഥിരമായി വായിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നാണ് എനിക്ക് ഈ ഒരു സന്ദർഭത്തിൽ പറയാനുള്ളത്. ചില ആൾക്കാർ പറയും എനിക്ക് വായിക്കാൻ സമയമില്ല എന്നാണ്. തെറ്റാണ് പറയുന്നത്. വായിക്കാൻ സമയമില്ല എന്ന് ആരാ പറഞ്ഞത്? ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളെ മൊബൈലിന്റെ സ്ക്രീൻ ടൈം നോക്കൂ നിങ്ങൾ. 3-4 മണിക്കൂർ മൊബൈലിൽ വേണ്ടാത്ത കാര്യങ്ങൾ കാണുന്ന ആളുകൾ, അവർക്ക് വായിക്കാൻ സമയമില്ല. അത് തെറ്റല്ലേ പറയുന്നത്? പണമില്ല എന്നാണ്. ഒരു ഹോട്ടലിൽ കയറി കണ്ട് 3 ആൾ ഭക്ഷണം കഴിച്ചിറങ്ങിയാൽ എത്ര ബില്ല് കൊടുക്കുക? അതിൻ്റെ ഒരു 10-20% മതി സുഹൃത്തുക്കൾ ഒരു വർഷത്തിനുള്ളത്.
ഇതൊക്കെ വെറുതെ ദുർന്യായങ്ങൾ ശൈത്താൻ നമ്മളെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. വായിക്കാൻ ആളില്ല എന്ന് ചില ആൾക്കാർ പറയലുണ്ട്. അതും തെറ്റല്ലേ? ആ വായിക്കേണ്ട ഒന്നാമത്തെ ആളാ പറയുന്ന ആൾ തന്നെയാണ് അല്ലേ? അത് മറന്നുകാണ്ടാണ് പറയുന്നത് ഇവിടെ വായിക്കാൻ ആളില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഒന്നുകിൽ കളവ് പറയണം, അല്ലെങ്കിൽ അഹങ്കാരമാണ്. ഞാൻ അങ്ങനെ തന്നെ പറയും. എന്താ അഹങ്കാരം? ഞാൻ അതൊക്കെ വായിച്ച് പഠിച്ച് തികഞ്ഞ ആളാണ്, ഇനി കുട്ടികൾ വായിച്ചോട്ടെ, വേറെ ആരെങ്കിലും വായിച്ചോട്ടെ. സുഹൃത്തുക്കളെ, എന്തായി പറയണത്? അത് അഹങ്കാരല്ലേ? നമ്മൾ എത്രയോ പഠിച്ചത്, എത്രയോ വായിച്ചത്. അതുകൊണ്ട് ഒരിക്കലും ആ ഭാഷ നമ്മൾ സംസാരിക്കരുത്. നമ്മളാണ് അവിടെ ഒന്നാമതായി വായിക്കേണ്ടത്. രണ്ടാമത് ഭാര്യ വായിക്കണം, മക്കൾ വായിക്കണം. അങ്ങനെ വായിച്ച് പഠിച്ച് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ സുഹൃത്തുക്കളെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഈ കാലത്ത് വായിച്ചിട്ടില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് എന്താ? ഇസ്ലാമിനും ഇസ്ലാമിക സംസ്കാരത്തിനും നേരെ ഉയർന്നുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികൾ നമ്മൾ അറിയാതെ പോകും. നമ്മളറിയാതെ ഇസ്ലാം വിരുദ്ധരുടെ അജണ്ടയിൽ നമ്മളും നമ്മുടെ കുടുംബവും അകപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ടാകും. അവസാനം മുസ്ലിം പേര് വെച്ച് തന്നെ ഇസ്ലാമിന്റെ ശത്രുക്കളുടെ മെഗാഫോണുകളായി നമ്മൾ മാറുന്ന സാഹചര്യം ഉണ്ടാകും. ഈ അടുത്ത ഡൽഹിയിൽ സ്ഫോടനമുണ്ടായത് നിങ്ങൾക്കറിയാം. അതിന്റെ പശ്ചാത്തലത്തിൽ ഉയർത്തിയ ചില വാദമുഖങ്ങൾ അതിന്റെ പ്രധാനപ്പെട്ട ഉദാഹരണമാണ്. നമുക്കറിയാം, വൈറ്റ് കോളർ ടെററിസം എന്ന ഒരു ആഖ്യാനം തന്നെ അതിന്റെ പശ്ചാത്തലത്തിൽ വന്നിട്ടുണ്ട്. ചാവേർ ആക്രമണത്തിന്റെ പിറകിൽ പരലോക വിശ്വാസമാകുന്നു എന്നാണ് അവരുടെയൊക്കെ ഒരു കണ്ടെത്തൽ. അതായത് ഈ ആളുകൾ പൊട്ടിത്തെറിക്കാൻ കാരണം പൊട്ടിത്തെറിച്ച് മരിച്ചാൽ നാളെ സ്വർഗം കിട്ടുമെന്നാണ് അവരെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെ വിശ്വസിച്ച് വെച്ച ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ അവരോർത്തു വെക്കുക, പരലോകബോധമുള്ളവർക്ക് ഒരിക്കലും തന്നെ ചാവേറാകാൻ കഴിയില്ല. കാരണം മരിച്ചു ചെന്നാൽ പരലോകത്ത് ചോദ്യമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണവർ. മാത്രമല്ല, കൊലയെക്കുറിച്ച് ആദ്യത്തെ മുഅ്മിൻ പറഞ്ഞതെന്താ? ആദം നബിയുടെ 2 മക്കൾ തമ്മിൽ കലഹമുണ്ടായി. അതിലൊരുത്തൻ മറ്റൊരുത്തന് നേരെ കൊല്ലാൻ വേണ്ടി കൈ നീട്ടിയപ്പോ അവിടെ വെച്ചുകൊണ്ട് മറ്റവൻ പറഞ്ഞതെന്താ? നീ എന്നെ വധിക്കാൻ വേണ്ടി എന്റെ നേരെ നീ കൈ നീട്ടിയാൽ നിന്നെ കൊല്ലാൻ ഞാൻ ഒരിക്കലും തിരിച്ചു കൈ നീട്ടുകയില്ല. ഞാൻ അല്ലാഹുവിനെ ഭയപ്പെടുന്നു, റബ്ബൽ ആലമീൻ, സർവ്വലോക രക്ഷിതാവായ അല്ലാഹുവിനെ ഞാൻ ഭയപ്പെടുന്നു എന്നാണ് ഹദീസിൽ പറഞ്ഞതെന്താ? ഒരാൾ ആത്മഹത്യ ചെയ്താൽ നാളെ നരകത്തിൽ കത്തിക്കൊണ്ടിരിക്കും. മാത്രമല്ല, മലയുടെ മുകളിൽ നിന്നാണ് അയാൾ ചാടിയതെങ്കിൽ അയാൾ നാളെ നരകത്തിൽ ചാടിക്കൊണ്ടേയിരിക്കും. ഇരുമ്പിന്റെ ദണ്ട് കൊണ്ട് വയറിന് കുത്തിക്കൊണ്ടാണ് ആത്മഹത്യ ചെയ്തതെങ്കിൽ അയാൾ കുത്തിക്കൊണ്ടേയിരിക്കും. വിഷം കുടിച്ചാണ് ഒരാൾ ആത്മഹത്യ ചെയ്തതെങ്കിൽ അയാൾ വിഷം കഴിച്ചുകൊണ്ടേയിരിക്കും. ഈ ഭാഷയിൽ നമുക്ക് പറയാം, ചാവേറായി ഒരാൾ പൊട്ടിത്തെറിച്ചതാണെങ്കിൽ ആ രീതിയിൽ തന്നെ പൊട്ടിത്തെറിച്ചുകൊണ്ടേയിരിക്കും നരകാഗ്നിയിൽ. ഇങ്ങനെ വിശ്വസിക്കുന്ന ഒരു മുസ്ലിമിന് എങ്ങനെയാണ് നിരപരാധികളുടെ മുന്നിൽ പോയി പൊട്ടിത്തെറിക്കാൻ കഴിയുക? അവർ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് മുസ്ലിം നാമം മാത്രമേ ഉള്ളൂ. ഇസ്ലാമിക സംസ്കാരമോ ഇസ്ലാമിന്റെ അടിത്തറയോ അവർ പഠിച്ചിട്ടില്ല. പിന്നെ എന്തുകൊണ്ട് അവർ ചെയ്യുന്നു? പലരും ISIS-നെ ഒരു ഉദാഹരണമായി എടുത്തു കാണിക്കാറുണ്ട്. അവർ മുസ്ലിങ്ങളല്ല, അവർ ഇസ്ലാം വിരുദ്ധരുടെ കയ്യിലുള്ള കളിപ്പാവയാണ്, ചാട്ടുളിയാണ് എന്നത് ഇസ്ലാമിക പണ്ഡിതന്മാര് തന്നെ പ്രഖ്യാപിച്ചതാണ്. ISIS-നെതിരിൽ എല്ലാവരും രംഗത്തിറങ്ങണമെന്ന് ഈയിടെ വഫാത്തായ ആലു ശൈഖ് റഹിമഹുല്ല അവിടെ വന്നു ചേർന്ന ഹാജിമാരോട് അറഫ മൈതാനിയിൽ പറഞ്ഞത് നമ്മളെല്ലാവരും കേട്ടതാണ്. അതുകൊണ്ട് ഒരിക്കലും ഇസ്ലാം ഭീകരവാദത്തെ പിന്തുണക്കുകയില്ലെന്ന് മാത്രമല്ല, ഭീകരവാദം പോയിട്ട് ആ നിലക്കുള്ള ഒരു ചെറിയ ചിന്ത പോലുമുള്ള ഒരാൾക്ക് ഇസ്ലാമിൽ ഒരിക്കലും തന്നെ സ്ഥാനമില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. പരലോകത്തിൽ വിശ്വാസമില്ലാത്തവർക്കാകട്ടെ എന്തുമാകാം, അത് നമ്മൾ മനസ്സിലാക്കണം. സാധ്യത ഉള്ളത് അവരാ ചെയ്യാൻ സാധ്യതയുള്ളത്. കാരണം എന്താ? അവർ പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ലോകമല്ല അവരെ വിശ്വാസപ്രകാരം. അപ്പൊ എന്തും ചെയ്യാം അവർക്ക്. പക്ഷെ ഒരു മുസ്ലിമിന് എന്തുണ്ട്? മരിച്ച 2ാമത് ജീവിതമുണ്ട്, അവിടെ വിചാരണ ഉണ്ട്. അതുകൊണ്ട് അവൻ ഒരിക്കലും ആ പണിക്കെന്ത് ചെയ്യൂല, പോകൂല. ഇപ്പൊ ന്യൂസിലൻഡിൽ 2019 ഉണ്ടായതെന്താ? ഒരു ഭീകരാക്രമണം ഉണ്ടായി. ക്രൈസ്റ്റ് ചർച്ചിലെ 2 മുസ്ലിം പള്ളികളിൽ ഭീകരാക്രമണത്തിൽ 51 പേരാ കൊല്ലപ്പെട്ടത്. ഒരു ചെറുപ്പക്കാരൻ വന്ന് നിരത്യൻ ഷൂട്ട് ചെയ്തു. നിങ്ങൾക്ക് ഓർമ്മയില്ല സംഭവം? ചോരക്കളമായി മാറി അവിടെ. ആ പ്രതിയെ പറ്റി പഠിച്ചപ്പോ അദ്ദേഹം ഒരു മതത്തിലും വിശ്വസിക്കാത്ത ആളാണ്, നിരീശ്വരവാദിയായിരുന്നു എന്നാണ്. ദശലക്ഷക്കണക്കിന് ആളുകളെ
കൂട്ടക്കൊല ചെയ്ത ആളുകളുടെ പാരമ്പര്യം പഠിച്ചു നോക്കിയാലും അവർ നിരീശ്വരവാദികളായിരുന്നുവെന്ന് നമുക്ക് കാണാൻ പറ്റും. അതിന്റെ പേരിൽ ഇന്ന് ഒരു മതത്തിലും വിശ്വസിക്കാത്തവരൊക്കെ ഭീകരവാദികളാണ് എന്ന് നമ്മൾ പറയുമോ? ഒരിക്കലും പറയില്ല. അവരുടെ കൂട്ടത്തിലും അതൊന്നും ചെയ്യാത്ത ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ കൂടുതൽ ആളുകളെ കൊന്നതും കൂടുതൽ ഭീകര പ്രവർത്തനം നടത്തിയതും ആരാണെന്ന് ചരിത്രത്തോട് നമ്മൾ ചോദിച്ചാൽ ചരിത്രം മറുപടി പറയുക മതത്തിന്റെ ആളുകൾ എന്നല്ല, മതമില്ലാത്ത ആളുകൾ എന്നാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ 15 ദശലക്ഷം മുതൽ 22 ദശലക്ഷം വരെ, അഥവാ 2.2 കോടി ആളുകൾ കൊല്ലപ്പെട്ടു. രണ്ടാം ലോക മഹായുദ്ധത്തിൽ 8 കോടി ആളുകൾ കൊല്ലപ്പെട്ടു. ആകെ 10 കോടിയിലധികം ആളുകൾ കൊല്ലപ്പെട്ടു. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ നേരിട്ടുമല്ലാതെയും നടത്തിയ യുദ്ധങ്ങളിൽ 1000-നും 1300-നും ഇടയിലുള്ള ആളുകൾ മാത്രമാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. പക്ഷെ ഇവിടെയുള്ള ആഖ്യാനം എന്താ? പ്രവാചകൻ യുദ്ധക്കൊതിയനാണ്, ഇസ്ലാം വാളിന്റെ മതമാണ്, ഇസ്ലാം പ്രചരിപ്പിക്കപ്പെട്ടത് വാളുകൊണ്ടാണ് എന്നാണ്. പക്ഷേ ആ പ്രവാചകൻ നടത്തിയ യുദ്ധങ്ങളിൽ വെറും 1300-ന് താഴെ ആളുകൾ മാത്രമേ കൊല്ലപ്പെട്ടിട്ടുള്ളൂ. ഈ അടുത്ത് ഗസയിൽ ഉണ്ടായ ആ യുദ്ധത്തിൽ എത്ര പേര് കൊല്ലപ്പെട്ടു? 3/4 ലക്ഷത്തോളം ആളുകൾ കൊല്ലപ്പെട്ടു. ഇതിന്റെ പിന്നിൽ ആരാണ്? നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം. അപ്പൊ ഒരിക്കലും ഒരു മുസ്ലിമിന് തീവ്രവാദിയാകാൻ കഴിയില്ല, ഭീകരവാദിയാകാൻ കഴിയില്ല, ചാവാറായി പൊട്ടിത്തെറിക്കാൻ കഴിയില്ല. കാരണം ഇസ്ലാം സമാധാനമാണ്, ഇസ്ലാം മനുഷ്യ ജീവന് പവിത്രത നൽകുന്ന മതമാണ്, മതത്തിൽ യാതൊരു ബലാത്കാരവും ഇല്ല എന്ന് തുറഞ്ഞു പ്രഖ്യാപിച്ച മതമാണ്. ഇസ്ലാമിന്റെ പേരിൽ ശത്രുക്കൾ തന്നെ ഉണ്ടാക്കിയ ടെററിസ്റ്റ് ഗ്രൂപ്പുകളാണ് ഈ കാര്യത്തിൽ ഇറങ്ങിത്തിരിക്കുന്നത്. അവരെ മുന്നിൽ വെച്ചുകൊണ്ട് ചില എക്സ് മുസ്ലിമുകൾ വന്നുകൊണ്ട് ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കുമെതിരിൽ ഈ നിറയൊഴിച്ചു കൊണ്ടിരിക്കുന്നത് അത് സ്വന്തം നെഞ്ചിലേക്ക് തന്നെയാണ് തിരിച്ചു വരിക എന്ന് അത്തരക്കാർ ഓർക്കണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.